പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥനയെപ്പറ്റി ബൈബിൾ നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങൾ എപ്രകാരമാണ് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. പ്രാർത്ഥനയെപ്പറ്റി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് അടിസ്ഥാനമായിട്ട് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെയുള്ള ഈ ദൈവവചന ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇവിടെ സാമുവേലിൻ്റെ അമ്മയായ ഹന്നായുടെ പ്രാർത്ഥനയെപ്പറ്റിയാണ് നമ്മൾ കാണുക. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. എൽക്കന്ന എന്നു പേരായ മനുഷ്യൻ, അവന് 2 ഭാര്യമാർ, പെനീനായും അതുപോലെ തന്നെ ഹന്നായും. ഹന്നായ്ക്ക് മക്കളില്ല, പെനീനായ്ക്ക് മക്കളുണ്ട്. മക്കളില്ലാത്ത അവസ്ഥ ദൈവത്തിൻ്റെ ശാപമെന്ന് കരുതപ്പെടുന്ന യഹൂദരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ തൻ്റെ മക്കളില്ലാത്ത അവസ്ഥയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന ഹന്നായിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവൾ കരയാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുകൂടിയാണ്. അവളുടെ സപത്നി പെനീന മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഹന്നായെ എപ്പോഴും കളിയാക്കുകയും അതുപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് പോകുമ്പോൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാൻ മടി കാണിച്ച ഹന്ന ദൈവസന്നിധിയിലേക്ക് പോയി തൻ്റെ ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനോഹരമായ രംഗമാണ് നമ്മളിവിടെ കാണുക. പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനാവശ്യമുണ്ടായിരിക്കേണ്ട എല്ലാ സവിശേഷതകളും ഇവിടെ നമുക്ക് തെളിവായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഇവിടെ കാണുന്ന സവിശേഷതകൾ? ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പ്രാർത്ഥനയുടെ അവശ്യ ഘടകങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഒന്നാമത്തേത് എഴുന്നേൽക്കുക. നാം ഇരിക്കുന്ന കസേരയിൽ നിന്നോ അല്ലെങ്കിൽ ഇരിപ്പിടത്തിൽ നിന്നോ എഴുന്നേൽക്കുക എന്നല്ല, നേരെ മറിച്ച് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നാം എഴുന്നേറ്റേ തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ചുറ്റുപാടുകളുടെ പ്രത്യേകതകൾ, നമ്മുടെ വികാരങ്ങൾക്ക് അടിമയായിട്ടിരിക്കുന്ന അവസരങ്ങൾ, ഒരുപക്ഷെ ദേഷ്യമോ അല്ലെങ്കിൽ പ്രതികാരമോ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കരകയറിക്കൊണ്ട് അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, അവൾ ദേവാലയത്തിലേക്കാണ് പോയത്. ദേവാലയത്തിൽ ചെല്ലുന്നത് കൊണ്ട് മാത്രം അത് പ്രാർത്ഥനയുടെ ഭാഗമാകണമെന്നില്ല. ഞാൻ ബോധപൂർവം എൻ്റെ സൃഷ്ടാവായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പ്രത്യേകതകളും എല്ലാം തിരിച്ചറിയുന്നവൻ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവൻ, അവൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു എന്ന ചിന്തയോടെ ബോധപൂർവം ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എഴുന്നേൽക്കണം. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണം. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള ഉൾപ്രേരണ എനിക്ക് താനേ ഉണ്ടാകും. അവിടെ എങ്ങനെയും സമയം ചെലവഴിക്കാൻ എന്നെക്കൊണ്ടാകുകയില്ല. നേരെ മറിച്ച് ഞാൻ ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ അപ്പോൾ പരിശ്രമിക്കും.
ഇനി ഹന്ന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹന്നായെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ എടുത്തു പറയാനായിട്ട് സാധിക്കും. അവൾ വളരെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ പ്രാർത്ഥനയുടെ ആ തീവ്രത കൊണ്ട് ഏലി എന്ന പ്രധാന പുരോഹിതൻ അവളെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഏലി പോലും അവൾ സംശയിച്ചു. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഹന്ന, അധരങ്ങൾ അനങ്ങുന്നു മാത്രമേ ഉള്ളൂ, ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പോൾ എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് 2-3 സവിശേഷതകൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കും. ഒന്ന്, അവളുടെ ഏകാഗ്രത. ഈ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മറ്റൊന്നിനെയും പറ്റിയും ചിന്തിക്കാതെ കർത്താവിൽ കണ്ണു നട്ടിരുന്ന് കർത്താവിൽ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അവസ്ഥ. പരിസരങ്ങളെ മറന്ന്, സ്വയം മറന്ന്, ചുറ്റുപാടുകളെ മറന്ന് കർത്താവിൽ ലയിച്ചിരുന്ന് കർത്താവിനോട് സംഭാഷിക്കാൻ കഴിയുന്ന അവസ്ഥ. ഈ പ്രാർത്ഥനയുടെ അവസ്ഥയാണ് ശരിക്കു പറഞ്ഞാൽ ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന. ഇനി ഇതുപോലെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രധാന പുരോഹിതനായ ഏലി ആ ദേവാലയത്തിൽ ഇരിപ്പുണ്ട് എന്ന കാര്യം പോലും അവൾ കാണുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നേയില്ല. അത്രമാത്രം ഏകാഗ്രതയാണ് അവൾക്കുള്ളത്. ഒരുപക്ഷെ നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റുമുള്ളവർ ആരൊക്കെയാണ്, അവർ ഇട്ടിരിക്കുന്ന വേഷങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആഭരണങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെയല്ലേ ഒരു പരിധിവരെ നമ്മൾ പലപ്പോഴും ആദ്യമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാറുള്ളത്. ഹന്നായെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഏകാഗ്രതയുടെ കാര്യത്തിൽ. ഇനിയും അവളുടെ പ്രാർത്ഥനയുടെ മറ്റൊരു ഗുണവിശേഷം എന്ന് പറയുന്നത് പ്രാർത്ഥന ഹൃദയം കോരിച്ചൊരിയിലാണ്. ഹൃദയവികാര വിചാരങ്ങൾ കർത്താവിന് മുമ്പിൽ പകരുന്ന ഹന്ന. ഒരുപക്ഷെ ഇതുപോലെ ഹൃദയവികാരങ്ങൾ, വിചാരങ്ങൾ കർത്തൃസന്നിധിയിൽ കോരിച്ചൊരിയുമ്പോൾ അവിടെ കർത്താവിനെ വെല്ലുവിളിക്കുന്നവരുണ്ടാകാം, കർത്താവിനോട് പരാതി പറയുന്നവരുണ്ടാകാം, കർത്താവിനോട് എന്തുകൊണ്ട് നീ ഇതെനിക്ക് ഇതുപോലെ വരുത്തുന്നു എന്ന് ചോദ്യം ചെയ്യുന്നവരുണ്ടാകാം. ഇത് ബൈബിളിൽ ഒരു പുതിയ കാര്യമല്ല. ബൈബിളിലെ മഹാത്മാക്കളായ പലരെയും ഇതേ വേഷത്തിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. മോശ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞത് എന്താണെന്ന് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽക്കാർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മോശ ദൈവത്തോട് കയർക്കുന്നത് നമ്മൾക്ക് കാണാം. ഈ ജനം നിന്റെ ജനമല്ലേ, ഞാനല്ലല്ലോ ഇവരെ പ്രസവിച്ചത്, പിന്നെ എന്തുകൊണ്ട് നീ ഇവരുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല? അതായിരുന്നു മോശയുടെ പരാതിയുടെ അടിസ്ഥാനം. ജോനാ പ്രവാചകൻ നിനിവേ നഗരം നശിക്കുമെന്ന് ഉദ്ഘോഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പോയി കാത്തിരിക്കുകയാണ് പട്ടണത്തിന് നാശം കാണാൻ. പക്ഷേ നാശം സംഭവിക്കുന്നില്ല. അത് കണ്ടപ്പോൾ അവൻ വീണ്ടും പരാതിയുമായിട്ട് കർത്താവിൻ്റെ പക്കൽ വരികയാണ്. എനിക്കിനി മരിച്ചാൽ മതി, എൻ്റെ വാക്ക് വ്യർത്ഥമായി പോയല്ലോ. ഇതുപോലെ തന്നെ ജെറമ്യാ പ്രവാചകൻ, ദൈവത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്ന പ്രവാചകനെയാണ് ജെറമ്യായിൽ നമുക്ക് കാണാൻ സാധിക്കുക. നീ എന്നെ വിളിച്ചു, നിന്റെ പ്രവാചകനാക്കി, നിന്റെ വചനം സംസാരിക്കാൻ നിയോഗിച്ചു. പക്ഷേ നിന്റെ വചനം സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ എത്ര ഭയങ്കരം, എനിക്ക് ദുരിതങ്ങൾ മാത്രം. ഇനി അതുകൊണ്ട് അവൻ എന്താണ് ആവശ്യപ്പെടുന്നത്? എനിക്കിനി മരിച്ചാൽ മതി. നീ എന്നെ വഞ്ചിച്ചു എന്ന് പോലും കർത്താവിനോട് ശക്തമായിട്ട് പരാതി ഉന്നയിക്കാൻ ആ പ്രവാചകന് കഴിഞ്ഞെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഹൃദയവികാര വിചാരങ്ങൾ കോരിച്ചൊരിയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയെന്ന്. ജോബ് എപ്രകാരമാണ് കർത്താവിന്റെ സന്നിധിയിൽ നിലകൊണ്ടത് എന്ന് നമുക്കറിയാം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ നീ ശിക്ഷിച്ചാലും എന്നുപോലും കർത്താവിനോട് പറയാൻ
ചങ്കുറ്റം കാണിച്ചവൻ. അതുകൊണ്ട് നമുക്കറിയാം, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഹൃദയ വികാര വിചാരങ്ങൾ കർത്താവിന് മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. അതൊരു കോരിച്ചൊരിയിലാണ്. അവിടെ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾക്ക് പ്രസക്തി ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ കാര്യകാരണ സഹിതമുള്ള പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ലാതാകുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത്, ഉള്ളിലുള്ളത് അവൻ തുറന്നു പറയുന്നു. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനയെന്ന് നമുക്ക് വിളിക്കാവുന്നൊരു കാര്യം. ഇനി അതുമാത്രമല്ല, ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഗുണവിശേഷം കൂടി നമുക്കവിടെ കാണാം. അതിൻ്റെ തീവ്രത. ഈ തീവ്രത എന്ന് പറയുമ്പോൾ താൻ ചോദിക്കുന്ന കാര്യം തനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു എന്ന ശക്തമായ ആഗ്രഹം മനസ്സിൽ തട്ടി നിൽക്കുമ്പോൾ, ഈ ആഗ്രഹം മനസ്സിൽ നിലകൊള്ളുമ്പോൾ ഇതുപോലെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. അവിടെ ആ പ്രാർത്ഥനയ്ക്ക് തീവ്രതയുണ്ട്. തൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുമ്പോൾ അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ, നിന്റെ സൗഖ്യസ്പർശം അവരുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതുപോലെയുള്ള തീവ്രതയുണ്ടാകും ആ പ്രാർത്ഥനയിൽ. ഇവിടെ ഹന്നായുടെ പ്രാർത്ഥനയ്ക്കും ഇതുപോലെയുള്ള തീവ്രതയാണ് നമ്മൾ കാണുക. അപ്പോൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെന്ന് തീവ്രതയോടെ ഏകാഗ്രതയോടെ ഹൃദയം കോരിച്ചൊരിയുന്ന പ്രാർത്ഥന നടത്തുന്ന ഹന്ന പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായിട്ട് നമുക്കവളെ കാണാം. ഇനി ഈ പ്രാർത്ഥന കുറച്ചുകൂടി സവിശേഷതകൾ കലർന്നതാണ് എന്ന് നമുക്ക് പറയാം. ഇവൾ ഇത്ര തീവ്രമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ ഒരു നേർച്ച നേരുകയാണ്. നീ എനിക്കൊരു മകനെ തന്നാൽ ആ മകനെ ഞാൻ നിനക്ക് സമർപ്പിക്കും, ജീവിതകാലം മുഴുവൻ അവൻ നിനക്കുള്ളവനായിരിക്കും. ഇനി ഇങ്ങനെ ഒരു നേർച്ച നേരുമ്പോൾ നാസീർ വ്രതം എന്നാണ് ഇതിന് സൂചിപ്പിക്കുക. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. നാസീർ വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്, ശവശരീരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലിൻ കൂടങ്ങൾ അതുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല, അവയെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാകും. മൂന്നാമത്, തലമുടി താടി ഇവ മുറിക്കാൻ പാടില്ല. ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനെയാണ് ഇതുപോലെ നാസീർ വ്രതം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരുവനെന്ന് പറയുക. ഇവിടെ ഹന്ന നേരുന്നത് ഇതാണ് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. അവൾ ഇങ്ങനെ തൻ്റെ മകനെ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നേർച്ച നേരുന്നു. നേർച്ച കാഴ്ചകളെപ്പറ്റി നമുക്ക് ധാരാളം അറിയാം. പലപ്പോഴും നേർച്ച നേരുന്നവരാണ് നമ്മൾ, ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി നേർച്ചകൾ നേരുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നേർച്ചകളൊക്കെ പലപ്പോഴും ഒരു തരം വിലപേശലല്ലേ എന്ന് ചിന്തിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു കൂട് തിരി കത്തിച്ചേക്കാം. എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഒരു കുർബാന ചൊല്ലിച്ചേക്കാം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടിയാൽ കർത്താവിന് അതിനൊരു കൈനീട്ടം കൊടുക്കാം. അപ്പോൾ ഇത് ഒരു തരം ബാർഗെയിനിങ്, വിലപേശലാണ്. യഥാർത്ഥത്തിൽ നേർച്ചയെന്ന് പറയുന്ന ഇതല്ല. അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, അത് നിവർത്തിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായേ തീരും. കാരണം ഞാൻ എന്നെ തന്നെ കടപ്പെടുത്തുമ്പോൾ അത് എൻ്റെ വിശ്വാസത്തിൻ്റെ
പ്രകടനമായിട്ട് വരണം. എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ട് ഒരു നേർച്ച ഞാൻ നടത്തുമ്പോൾ എനിക്കത് കിട്ടിയാലും ഇല്ലെങ്കിലും ശരി ആ നേർച്ച ഞാൻ നിറവേറ്റും. എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ച നേർന്നു, പക്ഷെ കിട്ടിയില്ല. 3 മാസത്തിനുള്ളിൽ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കിട്ടിയാൽ ഞാൻ ഒരു കുർബാന ചൊല്ലിച്ചേക്കാം എന്ന് നേർച്ച നേർന്നു. ഈ 3 മാസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും ശരി, കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ എനിക്ക് അവൻ്റെ സമയത്ത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ അത് ചെയ്തു തരും എന്ന പ്രതീക്ഷയിൽ എൻ്റെ നേർച്ച ഞാൻ നിറവേറ്റാൻ തയ്യാറാകുന്നു. അങ്ങനെ വരുമ്പോഴാണ് നേർച്ചയുടെ അർത്ഥം പൂർണ്ണമാകുക. അല്ലെങ്കിൽ അതെപ്പോഴും ഒരു തരം വിലപേശലാകാം. അപ്പം അതുകൊണ്ട് ഹന്ന നേർന്ന നേർച്ച അത് ഒരു വിലപേശലല്ല, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് അവൾ ചെയ്ത കാര്യം. അങ്ങനെ ഹന്ന നേർച്ച നേർന്ന് ഇത്ര തീവ്രമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ച ഒരു പുരോഹിതനെ, അതും പ്രധാന പുരോഹിതനെ നമുക്കവിടെ കാണാം. അതിനും കാരണമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, തിരുനാൾ ആചരണത്തിൻ്റെ സമയത്ത് കുടുംബങ്ങളിൽ നിന്ന് നേർച്ച കാഴ്ചകളുമായി ബലി അർപ്പിക്കാനൊക്കെ ആയിട്ട് ദേവാലയത്തിലേക്ക് ജനങ്ങൾ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന വീഞ്ഞു കുടിച്ച് പലപ്പോഴും മത്തരായിത്തീരുന്ന അവസ്ഥ. അപ്പോൾ ഈ സ്ത്രീയും ഇതുപോലെ ധാരാളമായിട്ട് വീഞ്ഞു കുടിച്ച് എന്തോ പുലമ്പുകയാണ് എന്ന് ചിന്തിക്കുന്ന ഏലി എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ. അതുകൊണ്ട് ഏലി അവളുടെ അടുക്കൽ വന്ന് അവളോട് പറയുകയാണ്, നീ എത്ര നേരം ഇതുപോലെ ഉന്മത്തിയായിട്ടിരിക്കും? ഉടനെ അവൾ നിറകണ്ണുകളോടെ ഏലിയോട് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ദയവായി അങ്ങനെ തരം കെട്ട ഒരു സ്ത്രീയായി കാണരുതേ. എൻ്റെ ഹൃദയവധ മുഴുവനായി ഞാൻ കർത്താവിന് മുമ്പിൽ പകരുകയായിരുന്നു. ഹൃദയം ഞാൻ കർത്താവിന് മുമ്പിൽ കോരിച്ചൊരിയുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ദുർഭഗാവസ്ഥ, എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, വേദനകൾ, ഇതാണ് ഞാൻ കർത്താവിന് മുമ്പിൽ പകർന്നത്. അവൾ തൻ്റെ ദുർഭഗാവസ്ഥ അവനെ അറിയിച്ചപ്പോൾ അവൻ അവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന മനോഹരമായ രംഗം കൂടി നമ്മളിവിടെ കാണുന്നു. ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഇത് പ്രാർത്ഥനയുടെ മറ്റൊരു സവിശേഷതയാണ്, മധ്യസ്ഥ പ്രാർത്ഥന. നാം മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചേ തീരൂ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ തന്നെ ബൈബിളിൽ മറ്റെങ്ങും കാണാത്ത ഒരു വെളിപാട് നമുക്ക് കിട്ടുന്നുണ്ട്. 1 സാമുവേലിൻ്റെ 12-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ പാപം ചെയ്യാൻ എനിക്കിടവരാതിരിക്കട്ടെ. സാമുവേൽ തൻ്റെ അടുക്കൽ വന്ന് തങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ജനങ്ങളോട് പറയുന്ന മറുപടിയാണ്, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ പാപം ചെയ്യാൻ എനിക്കിടവരാതിരിക്കട്ടെ. എന്താണ് സാമുവേൽ അർത്ഥമാക്കുക ഇവിടെ? തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് താൻ ചെയ്യുന്ന ഗുരുതരമായ പാപമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മറ്റൊരിടത്തും നമ്മൾ ഇതുപോലെ ഒരു വെളിപാട് കാണുകയില്ല. മധ്യസ്ഥ പ്രാർത്ഥന നടത്താതിരിക്കുന്നത് പാപമാണെന്നുള്ള വെളിപ്പെടുത്തൽ. നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചേ തീരും. നമുക്കറിയാം ഇത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്നും. ഒരു കുടുംബം എടുക്കുക, ജീവിത പങ്കാളി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, അതുപോലെ തന്നെ തൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ജനത്തിനു വേണ്ടി, താൻ ജീവിക്കുന്ന പട്ടണത്തിന് വേണ്ടി, ഗ്രാമത്തിന് വേണ്ടി, തൻ്റെ സ്റ്റേറ്റിന് വേണ്ടി, തൻ്റെ മാതൃരാജ്യത്തിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ വിമുഖത കാണിച്ചാൽ
പാപം ചെയ്യുകയാണ് എന്നാണ് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുക. ഇനി ഇതോടൊപ്പം വേറൊരു കാര്യം കൂടി, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ ഫലം ജീവിതത്തിൽ ദൃശ്യമാകണം. ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. നമുക്കറിയാം, പ്രാർത്ഥിച്ചാൽ അത് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കും, മുഖത്ത് ദൃശ്യമാകും. കരഞ്ഞു വിലപിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി 10-15 മിനിറ്റ് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ആ മുഖം അത് ശാന്തമാകുന്നു. സന്തോഷം ഉണ്ടാകുകയില്ലായിരിക്കാം, ആ സന്തോഷം പതിയെ വരും, പക്ഷേ ശാന്തമായ ഒരു മുഖം. ആ കരച്ചിലെല്ലാം പോയി മറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലം ജീവിതത്തിൽ കുറേച്ചെങ്കിലും വ്യക്തമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുവന് എങ്ങനെ എന്നും കണ്ണീരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഭാരമെല്ലാം ഇറക്കി വെച്ച് കഴിയുമ്പോൾ ആശ്വാസം എനിക്ക് കിട്ടും, ആ ആശ്വാസം ഞാൻ അനുഭവിക്കും. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ കണ്ണീർ ചിന്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെ? യേശു അതാണല്ലോ നമ്മെ ഓർമ്മിപ്പിച്ചതും, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരിക. അതുകൊണ്ട് നമുക്കറിയാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അത് വ്യക്തമായി പ്രകാശിതമാകും. ഇനിയും ഒരു കാര്യം കൂടിയുണ്ട്. 1-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുക. ഹന്ന ഏലിയുടെ അടുക്കൽ തനിക്കുണ്ടായ കുഞ്ഞ് സാമുവേൽ, ആ സാമുവേലിനെ സമർപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആ ജീവനാന്തം അവൻ കർത്താവിന് ഉള്ളവനായിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാം. നാം ആയിരുന്നു ഹന്നായുടെ സ്ഥാനത്തെങ്കിൽ ഈ കുഞ്ഞിനെ ഇതുപോലെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമായിരുന്നു. ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് നാൾ പ്രാർത്ഥിച്ച് ആലോചിച്ച് അവസാനം ഒരു കുഞ്ഞിനെ ദാനമായിട്ട് കിട്ടി. ഇങ്ങനെ ഒരു ദാനം കിട്ടിയാൽ ഈ ദാനം കൈയൊഴിയാൻ നമ്മൾ തയ്യാറാകുമോ ഇല്ലയോ? പക്ഷേ ഹന്നായുടെ മാതൃക നമ്മളെ തീർച്ചയായിട്ടും പ്രചോദിപ്പിക്കേണ്ടതാണ്. അവൾ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ദാനത്തെക്കാൾ ഉപരി ദാതാവിന് മുറുകെ പിടിച്ച ഹന്ന, അതാണ് അവളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഹന്ന കർത്താവിന് മുറുകെ പിടിച്ചു, ദാനത്തെയല്ല, ദാനത്തെ വിട്ടുപേക്ഷിക്കാൻ തയ്യാറായി. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആ സവിശേഷതകളെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ പ്രാർത്ഥനയുടെ സവിശേഷതകൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആയിരിക്കുന്നിടത്ത് നീ എഴുന്നേൽക്കുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക തീവ്രതയോടെ, അതുപോലെ തന്നെ ഏകാഗ്രതയോടെ, ഹൃദയം കർത്താവിന് മുമ്പിൽ കോരിച്ചൊരിയുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ തയ്യാറാകുക, ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഫലം ദൃശ്യമാകുമാറ് ജീവിക്കാൻ തയ്യാറാകുക. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ദാനം അത് കർത്താവിന് വേണ്ടി കൈയൊഴിയാൻ, കർത്താവിന് തിരികെ ഏൽപ്പിക്കാൻ, ആ നല്ല മനസ്സോടെ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമുക്ക് ദാനങ്ങൾ, കൃപകൾ വാരിച്ചൊരിച്ചൊരിയും. അപ്പോൾ പ്രാർത്ഥന അർത്ഥവത്താകും, പ്രാർത്ഥന ഫലപൂർണ്ണമാകും. ഹന്നായുടെ ജീവിത മാതൃക മനോഹരമായി പ്രാർത്ഥനയുടെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.